വെൽക്കം ടു ജസീസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉന്നക്കായാണ്. ഇഫ്താറിനൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായാണ്. അതോടൊപ്പം തന്നെ 2 ടൈപ്പ് ഫില്ലിങ്ങും വെച്ചിട്ടാണ് ഈ ഉന്നക്കായ റെഡിയാക്കുന്നത്. 2 ടൈപ്പ് ഫില്ലിങ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉന്നക്കായ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. മീഡിയം പഴുപ്പിലുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓവറായിട്ട് പഴുത്ത് പോകാനും പാടില്ല, അതേപോലെ തന്നെ പഴുപ്പ് കുറയാനും പാടില്ല. അപ്പോൾ പഴുപ്പ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉന്നക്കായക്ക് മധുരം ഉണ്ടാവില്ല, അതേപോലെ തന്നെ ഉടച്ചെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ മീഡിയം ഈ ഒരു പാകത്തിനുള്ള പഴുപ്പിലുള്ള പഴം എടുക്കുക. അപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ടിലിട്ടിട്ടാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വേവിച്ചെടുക്കാകുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് പുഴുങ്ങിയെടുക്കുന്നതിലും നല്ലത് ഇഡ്ഡലി തട്ടിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പം പഴമൊന്നും അധികം ലൂസായി പോവില്ല, വെള്ളം കയറി നമ്മൾ ഉടച്ചെടുക്കുമ്പോൾ ലൂസാവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇതേപോലെ എല്ലാ തൊലികളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതിൻ്റെ ഈ നാരുകളൊക്കെ ഒന്ന് ഒഴിവാക്കാം. ഇനി പഴത്തിൻ്റെ നടുവിലുള്ള ഈ കറുപ്പ് സീഡ്സൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കാം. ഇത് വേണമെങ്കിൽ ഒഴിവാക്കിയാൽ മതി, ഓപ്ഷണലാണ്. അപ്പോൾ നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി ഇത് നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ 2 ഫില്ലിങ് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുന്തിരി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് അതിനുശേഷം 1 കപ്പ് തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നെയ്യും തേങ്ങയും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ആവശ്യത്തിന് മധുരത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ വെച്ചിട്ടുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫില്ലിംഗ് ആണ്. ഇനി നമുക്ക് ഉന്നക്കായ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച പഴം ഒന്ന് ഉടച്ചെടുത്തതാണ്. പഴം ഒന്ന് ബോളിൻ്റെ വലുപ്പത്തിലെടുത്ത് കയ്യിൽ വെച്ച് ഒന്ന് ഉരുട്ടിയെടുക്കണം. അതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം, ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ തേങ്ങാ ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി ഉന്നക്കായയുടെ പുറംഭാഗമൊക്കെ ഒന്ന് നല്ല സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഓയിൽ കയ്യിൽ തടവി ഒന്ന് റോൾ ചെയ്തെടുക്കാം. നല്ലതുപോലെ മിനുസമാക്കി എടുക്കാൻ കഴിയും. അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കാം. ഇനി അടുത്ത ഫില്ലിങ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി പാനിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇത് ചൂടായി വരുമ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതൊരു ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നന്നായി ഒന്ന് ചിക്കി പരത്തി കൊടുക്കണം. കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി എടുക്കണം. നമ്മൾ ചട്ടിപ്പത്തിരിക്കൊക്കെ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ നന്നായി ഒന്ന് ചിക്കി പരത്തി എടുക്കണം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം.
അപ്പോൾ നമ്മൾ ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഫില്ലിംഗ് ആണ് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുക. അപ്പം നമുക്ക് മുട്ട പറ്റാത്തവരൊക്കെ ആണെങ്കിൽ തേങ്ങ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ് ഈ മുട്ട വെച്ച് ചെയ്യുമ്പോഴാണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പഴം കുക്ക് ചെയ്തെടുത്തത് ഇതേപോലെ ഒന്ന് ഫില്ലിങ് വെച്ചൊന്ന് റോൾ ചെയ്ത് ഷേപ്പാക്കി എടുക്കണം. കുറച്ച് ഓയിലും തടവി കൊടുത്ത് നല്ലൊരു ഉന്നക്കായയുടെ ഷേപ്പിൽ ആക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായ ശേഷം ഉന്നക്കായ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് കോരിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയ പുതിയ വീഡിയോസും റെസിപ്പീസുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക്സ് ഫോർ വാച്ചിങ്.